ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ രണ്ടാമത്തെ ഘട്ടം ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബിഗ് ബോസിന്റെ വീട് പണി തുടങ്ങി മക്കളെ. നമ്മുടെ ചെന്നൈയിൽ എന്താണ് പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിഞ്ഞോ? ബിഗ് ബോസിന്റെ വിവരങ്ങളൊന്നുമില്ല, ഇപ്പോൾ ഒന്ന് അണഞ്ഞിരിക്കുകയാണ്. പുതിയ അപ്ഡേറ്റ് ഒന്നുമില്ലേ? ഓഡീഷൻ അറ്റൻഡ് ചെയ്തവരുടെ ലിസ്റ്റ് ഇല്ലേ? ആരൊക്കെ സെലക്റ്റഡ് ആയി എന്ന് അറിയത്തില്ലേ? ഇതൊന്നും നീ പറയണ്ട, നീ ഒന്നും മിണ്ടണ്ട. നീ പ്രൊമോയുടെ കേസ് പറഞ്ഞു, പ്രൊമോയുടെ കേസ് വന്നിട്ടില്ല, നീ കള്ളനാണ്, നീ അത് വെച്ച് വ്യൂ ഉണ്ടാക്കുന്നവനാണ്. അപ്പോൾ എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രൊമോ എപ്പോൾ വരും? എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ വലിയ കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസിന്റെ വീട് പണി ചെന്നൈയിൽ തുടങ്ങിയെന്നാണ് അറിയാൻ പറ്റുന്നത്. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. അപ്പം എന്തൊക്കെയാണ് ഇനി അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ പൊളിച്ചടുക്കുമോ പൊളിയുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു പുതിയ വേർഷൻ ഹൗസ് ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം പുതിയ സെറ്റാണ്. പുതിയ സെറ്റ് ആകുമ്പോൾ തന്നെ പുതിയ രീതിക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും. മീൻസ് ഇപ്പം ഇത്രയും നാളെ നമ്മൾ കണ്ട ബിഗ് ബോസുകളിൽ നിന്നും കുറച്ച് വെറൈറ്റി വേണം എന്ന് അവർക്ക് തോന്നിയെങ്കിൽ അവർ പിടിക്കുമായിരിക്കും. പിന്നെ തീമിനെ കുറിച്ചോ വേറെ ഇന്റീരിയറിനെ കുറിച്ചോ ഒന്നും തന്നെ അറിയാനൊന്നും പറ്റത്തില്ല, അറിയാമല്ലോ. അപ്പം എന്തായാലും ബിഗ് ബോസിന്റെ വീട് പണി തുടങ്ങി. അതാണ് സന്തോഷകരമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു വിവരം. അടുത്ത രണ്ടാമത്തെ കാര്യം, ബിഗ് ബോസിന്റെ ആദ്യഘട്ട ഓഡീഷനുകൾ അവസാനിച്ചു. ആദ്യഘട്ട ഓഡീഷൻ ഏതാണ്ട് പൂർണ്ണമായും തീർന്നു എന്നാണ് അറിയുന്നത്. മൺഡേ മുതൽ മറ്റന്നല്ല അതിന്റെ പിറ്റന്ന് മൺഡേ മുതൽ മെയ് 19-ാം തീയതി മുതൽ സെക്കൻഡ് റൗണ്ട് ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സെക്കൻഡ് റൗണ്ട് ഓഡീഷൻ മീൻസ് നേരിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അത് കൊച്ചിയിൽ വെച്ചിട്ടാണ് സാധാരണ നടക്കുന്നത്. കൊച്ചിയിൽ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് സാധാരണ ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ നടക്കുന്നത്. അതിനകത്ത് സെലക്ട് ആവുന്നവരെയാണ്. അതിനകത്ത് സെലക്ട് ആയിട്ട് പിന്നെ എന്താ പറയുക, വീണ്ടും വേണമെങ്കിൽ അവർക്ക് ഒന്നുകൂടി ഇന്റർവ്യൂ നടത്താം, അല്ലാതെ സെലക്ട് ആവുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പം സെക്കൻഡ് റൗണ്ട് ഓഡീഷൻ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് റൗണ്ട് ഓഡീഷൻസ് എല്ലാം അവസാനിച്ചു. അതായത് സൂം മീറ്റിംഗ് അതിനകത്തൊക്കെ ഉള്ളവരൊക്കെ ഏതാണ്ട് തീർന്നു. ഇനി പറയാനുള്ള ഒരു കാര്യം, ഈ സെക്കൻഡ് റൗണ്ട് ഓഡീഷൻ ആരൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് സെലക്ട് ചെയ്യും. ഇപ്പം ഞാൻ തന്നെ 27 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തവരെന്ന് പറഞ്ഞിട്ട്. അതെല്ലാം അറ്റൻഡ് ചെയ്തവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് എത്ര പേര് സെലക്ട് ആയി എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് കുറച്ച് പേരുണ്ട്, സെലക്ട് ആയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് വണ്ണില്ലേ, പ്രഡിക്ഷൻ ലിസ്റ്റ് വണ്ണിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രഡിക്ഷൻ ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 15 പേര് 15 പേര് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ആ 15 പേരിൽ കുറേ പേർക്ക് സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ കിട്ടും. കുറേ പേര് സെക്കൻഡ് റൗണ്ട് ഉണ്ടെന്നാണ്. ഭയങ്കര സന്തോഷം കേട്ടോ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ചെയ്യുന്നത്. ആ പ്രഡിക്ഷൻ ലിസ്റ്റ് കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കുക. അതിനകത്തുനിന്ന് കുറേ പേര് സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആവും എന്നാണ് അറിയാൻ പറ്റുന്നത്. ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അത് കണ്ടു നോക്കാം, അത് കാണാത്തവർ. അപ്പം അതിനകത്തുനിന്നാണ് ഞാൻ കൂടുതൽ പേരുകൾ ഇന്റർവ്യൂ കഴിഞ്ഞ് അടുത്തൊരു സെറ്റ് പേര് കിട്ടുമല്ലോ, അപ്പോൾ വന്ന് പറയാം. ഇപ്പൊ അതിനകത്തുനിന്നാണ് നമ്മൾ വന്ന് പറഞ്ഞിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് വണ്ണിൽ നിന്ന് കുറേ പേര് ആ പ്രഡിക്ഷൻ ലിസ്റ്റ് വണ്ണിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. 1, 2, 3 പേര് ഓഡീഷൻ ലിസ്റ്റ് വണ്ണിൽ നിന്നും ഉണ്ട്. 1, 2, 3 പേര് ഓഡീഷൻ ലിസ്റ്റ് 2ൽ നിന്നും ഉണ്ട്. എല്ലാത്തിൽ നിന്നും ഉണ്ട്, പക്ഷെ കുറച്ച് ആൾക്കാർ വീതമാണ് അതിനകത്തുനിന്ന് ഉള്ളത്. ഇനി അത് അവർ സെലക്ട് ആവുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഓക്കെ, അപ്പം അതാണ് അറിയുന്ന വിവരം. ഇനി പ്രൊമോ എപ്പോൾ വരും? പ്രൊമോക്കകത്ത് ഞാൻ കള്ളം പറഞ്ഞതല്ലേ, പ്രൊമോയുടെ കേസിലെ കള്ളം. ഞാനത് വീണ്ടും പറയുന്നു. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഇറ്റ്സ് മൈ ഫോൾട്ട്. ഐ എം റിയലി സോറി ടു ഓൾ ഓഫ് മൈ ഓഡിയൻസ്. പക്ഷേ ആ ഒരു കാര്യം മാത്രം എനിക്ക് തെറ്റി എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇത്രയും നാൾ ചെയ്തതിന് ഒരു വിലയില്ലാതെ കാണരുത്, അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ കമന്റ് ചെയ്യുന്നവരോട് ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം പൊതുജനം പലവിധം. ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ ബിഗ് ബോസിന്റെ അതേ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ ഉൾപ്പെടെ ബിഗ് ബോസ് കാണുന്ന ഞാനാണെങ്കിൽ എനിക്ക് ബിഗ് ബോസിനകത്തുള്ള അടിയും വഴക്കും ഇങ്ങനെയുള്ള ആ ഒരു മൈൻഡ് തന്നെ ആയിരിക്കുമല്ലോ എനിക്കും. അതേ മൈൻഡ് തന്നെ ആയിരിക്കും ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസിനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് വന്നു കരുതിക്കൊണ്ട് ഞാൻ ഇത്രയും നാൾ ചെയ്തതിനെ ഒരു വാല്യൂ ഇല്ലാതെ കൽപ്പിക്കുന്ന ഒരു രീതിയിലായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ബ്രേക്കും കൂടി എടുത്തത്. ഇനി അടുത്ത ഒരു കാര്യം കൂടി, പ്രൊമോ എപ്പോഴാണ് വരാൻ പോകുന്നത്? ഓൾറെഡി സൂം ഇന്റർവ്യൂസ് എല്ലാം തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഘട്ടം ഫിനിഷ് ചെയ്തതുകൊണ്ട് തന്നെ ഇനി അവർക്ക് കോമണാസിന്റെ ഫസ്റ്റ് ഘട്ടം ഉണ്ട്. അപ്പം അതിലേക്കുള്ള ഒരു സ്റ്റെപ്പിൻ ഇനി വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒന്ന് 100% ഒക്കെ മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുപോലെയല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഉറപ്പ് പറഞ്ഞത് April 21 ഈസ്റ്ററിനാണ്. നമുക്ക് മെയ് 20 മെയ് 19, 20, 21, 22 ആ ഡേറ്റിലൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാം.
കാരണം ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സാധനം, ആ കോമണാസ് പ്രൊമോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാ. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സാധനം എന്തിനാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ഷൂട്ട് ചെയ്ത സാധനം പുറത്ത് വരട്ടെ. പിന്നെ May 20 ഒക്കെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇനി അതിൻ്റെ ഏതെങ്കിലും മൂവി പ്രീമിയേഴ്സിൻ്റെ മിക്കവാറും എമ്പുരാനെന്ന് എടുത്ത് ടി വിയിലെല്ലാം ഇടുമോ എന്തോ അറിഞ്ഞൂടാ. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഒരു ഉറപ്പും പറയുന്നില്ല. എൻ്റെ ദയവ് കരുതി പൊങ്കാലിടാൻ താഴെ വരരുത്. നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത് ഷൂട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. പിന്നെ ഞാൻ വീഡിയോ വലിച്ചു നീട്ടി ഇങ്ങനെ വലിച്ചു കയറി അവിടെ എവിടെയൊക്കെ ഒട്ടിക്കുന്നു എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. ഒട്ടിക്കുന്നില്ല, പറയുന്നില്ല. പ്രേക്ഷകർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഓരോ കാര്യവും വന്നിരുന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിരി മുതൽ വേണ്ട, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ, മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ ആരും. ഞാൻ വന്ന് എന്തിനാ സാർ ചമഞ്ഞിരുന്ന് പറഞ്ഞു തരുന്നത്? എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കട്ടെ. അവർക്ക് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരെ. വെറുതെ എന്തിനാ എൻ്റെ നാവ് കൂടിട്ട് കളിക്കുന്നത്? എനിക്ക് രണ്ടിൽ നിന്ന് കിട്ടുന്ന റവന്യൂ സെയിം തന്നെ അല്ലേ, വീഡിയോ ലെങ്ത് കൂടിയാലും കുറഞ്ഞാലും. അപ്പോൾ എന്തായാലും അത്രയൊക്കെ ഉള്ള അപ്ഡേറ്റ്. ബിഗ് ബോസിന്റെ വീടിന്റെ പണി തുടങ്ങി. ഓഡിഷൻ ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചു. സെക്കൻഡ് റൗണ്ട് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് 1 എന്നുള്ള കുറേ പേര് ആ ഇന്റർവ്യൂലത്തേക്ക് സെലക്ട് ആയിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസിന്റെ പ്രൊമോ നമുക്ക് പ്രതീക്ഷിക്കാം, ഈ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.